സോ സാമ്പിളിംഗ് ഇസ് ദ നെക്സ്റ്റ് ടോപ്പിക് ഇൻ ദിസ് മൊഡ്യൂൾ. സോ ഈ PCMലുള്ള 3 സ്റ്റെപ്പാണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ ആൻഡ് എൻകോഡിംഗ്. ഓക്കെ, അപ്പം ആ 3 എണ്ണത്തിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സാമ്പിളിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓക്കെ, സോ സാമ്പിളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് മെഷറിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എൻ അനലോഗ് സിഗ്നൽ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. Okay, the purpose of sampling is to convert a continuous time signal into a discrete time signal. ഓക്കെ, സോ എന്താണ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ ADC, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സാമ്പിളിംഗ്. ഓക്കെ, സോ സാമ്പിളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് മെഷറിംഗ് ദ വാല്യൂ, അതായത് ഒരു ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യാണ് ഇവിടെ അനലോഗ് സിഗ്നൽസിൻ്റെ. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, സോ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്താക്കാണ്, ഡിസ്ക്രീറ്റ് സിഗ്നൽ ആക്കി മാറ്റുകയാണ്. ഓക്കെ, അതാണ് സാമ്പിളിംഗ്. മനസ്സിലായോ? കണ്ടിന്യൂസ് വാല്യൂ നമ്മളിങ്ങനെ ടൈം ഇൻ്റർവെൽ വെച്ച് ഇങ്ങനെ നോക്കും, അപ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ആയിട്ടാണല്ലോ മാറുക. ഓക്കെ, സോ കൺവേർട്ടിങ് എ കണ്ടിന്യൂസ് അനലോഗ് സിഗ്നൽ ടു എ ഡിസ്ക്രീറ്റ് സിഗ്നലാണ് ഈ സാമ്പിളിംഗ് ചെയ്യുക. ഓക്കെ, അതൊരു റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈമിലാണ് ചെയ്യുക. സോ ഹയർ സാമ്പിളിംഗ് റേറ്റ് പ്രൊഡ്യൂസേഴ്സ് എ മോർ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഒറിജിനൽ സൗണ്ട്. ഓക്കെ, അപ്പം ഹൈ സാമ്പിളിംഗ് റേറ്റ് ഉള്ളതാകുമ്പം ഒറിജിനൽ സിഗ്നലിനോട് നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ളതാവും ഈ സാമ്പിളിംഗ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ, റെക്കോർഡിംഗ് ദ ടെമ്പറേച്ചർ എവറി സെക്കൻഡ് ഇൻസ്റ്റെഡ് ഓഫ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി മെഷർ ചെയ്യുന്ന പകരം ഓരോ സെക്കൻഡിൽ ഇങ്ങനെ മെഷർ ചെയ്യുക, അപ്പോൾ നമുക്കതൊരു ഡിസ്ക്രീറ്റ് വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, സോ സാമ്പിളിംഗ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ കണ്ടിന്യൂസ് ടൈം അനലോഗ് സിഗ്നൽ ഇൻ ടു എ ഡിസ്ക്രീറ്റ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് അനലോഗിനെ ഡിസ്ക്രീറ്റ് ആക്കുക, കണ്ടിന്യൂസ്ലി ആംപ്ലിറ്റ്യൂഡ് റെഗുലർ ഇൻ്റർവൽസിൽ ഇങ്ങനെ മെഷർ ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ ADC. ഓക്കെ, സോ സിൻസ് ഡിജിറ്റൽ സിസ്റ്റംസ് കനോട്ട് പ്രോസസ് കണ്ടിന്യൂസ് അനലോഗ് സിഗ്നൽസ് ഡയറക്റ്റ്ലി, ഈ അനലോഗ് സിഗ്നൽ എന്താക്കും, സാമ്പിൾ ചെയ്യും. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈം ഇൻ്റർവെല്ലിൽ ഈ അനലോഗ് സിഗ്നൽസിന് നമ്മൾ സാമ്പിൾ ചെയ്യും. ഈ സാമ്പിൾ ചെയ്ത വാല്യൂസിനാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, ഈച്ച് വാല്യൂ നമ്മൾ സാമ്പിൾ എന്നാണ് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? The collection of these samples represent the original signal and can be used for further data processing. സോ നീഡ് ഓഫ് സാമ്പിളിംഗ് എന്താ, നമുക്ക് എന്തിനാണ് ഈ അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യേണ്ട കാര്യം? അനലോഗ് സിഗ്നൽ ഡയറക്റ്റ്ലി കമ്പ്യൂട്ടർക്ക് അയച്ചാൽ പറ്റുമോ? ഇല്ല, കാരണം കമ്പ്യൂട്ടറിന് ഡിജിറ്റൽ സിഗ്നൽസ് മാത്രമേ മനസ്സിലാവുള്ളൂ, അനലോഗ് സിഗ്നൽസ് മനസ്സിലാവില്ല. അപ്പോൾ ഈ അനലോഗ് സിഗ്നൽസിനെ സാമ്പിൾ ചെയ്ത് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആക്കിയിട്ട് ആണത് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. ഓക്കെ, സോ റിയൽ വേൾഡ് സിഗ്നൽസ്, അതായത് സൗണ്ട്, ടെമ്പറേച്ചർ, പ്രഷർ, ലൈറ്റ്, ഇങ്ങനത്തതൊക്കെ അനലോഗ് സിഗ്നൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിനും അതേപോലെ തന്നെ മൈക്രോ പ്രോസസ്സേഴ്സിനും ഡിജിറ്റൽ സിസ്റ്റത്തിനൊക്കെ ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഹിയർ വി യൂസ് സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ വർക്കിംഗ് ഓഫ് സാമ്പിളിംഗ്. സോ ഡ്യൂറിങ് സാമ്പിളിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അനലോഗ് സിഗ്നൽ. അപ്പം സാമ്പിളിങ്ങിൽ എന്താ ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ മെഷർ ചെയ്യാണ് റെഗുലർ ടൈം ഇൻ്റർവെല്ലിൽ. ഓക്കെ, അപ്പോൾ ഓരോ മെഷർ ചെയ്ത വാല്യൂനും നമ്മൾ സാമ്പിൾ എന്നാണ് പറയാം. ഓക്കെ, ഇതൊരു സീക്വൻസ് ഓഫ് സാമ്പിൾസ് ആണ് ഉണ്ടാവുക. ഇതാണ് ഡിസ്ക്രീറ്റ് സിഗ്നൽ ആക്കിയിട്ട് മാറുന്നത്. ദ മോർ സാമ്പിൾസ് ടേക്കൺ പെർ സെക്കൻഡ് ദ മോർ ആക്യുറസി ദ ഒറിജിനൽ സിഗ്നൽ വിൽ ബി. ഓക്കെ, സോ നമ്മൾ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട്, എത്രത്തോളം എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് സാമ്പിൾസ് എടുക്കുന്നോ അത്രയും ആക്യുറേറ്റ് ആണ് ഈ കിട്ടുന്ന ഡിസ്ക്രീറ്റ് വാല്യൂ വെൻ കമ്പയർഡ് ടു ദ ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, സോ സാമ്പിളിംഗ് പ്രോസസ്സ് എന്താണ്, അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യും, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കും. ഓക്കെ, സോ ഇവിടെ വേറൊരു ടേം ഉണ്ട്, സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് എന്താ, നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ പെർ സെക്കൻഡ്. ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് എന്താ, ഒരു സെക്കൻഡിൽ എത്രത്തോളം സാമ്പിൾ ആക്കിയെന്നോ. ഫോർ എക്സാമ്പിൾ നോക്കുക, അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ് വാല്യൂ ഇങ്ങനെയാണ് ഉണ്ടാവുക ഗ്രാഫിൽ. അപ്പോൾ നമ്മൾ അതിനെ സാമ്പിളാക്കി ഇങ്ങനെ ഒരു ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെല്ലിൽ ഇങ്ങനെ മെഷർ ചെയ്യാണ് ചെയ്യുക സാമ്പിൾ. ഓക്കെ, സോ ഒരു സെക്കൻഡിൽ നമ്മൾ എത്ര സാമ്പിളാക്കി, അതാണ് ആ ഒരു റേറ്റിനാണ് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുക. ഓക്കെ, സോ ദ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ പെർ സെക്കൻഡ് ഇസ് കോൾഡ് ദ സാമ്പിളിംഗ് റേറ്റ് ഓർ സാമ്പിളിംഗ് ഫ്രീക്വൻസി. സോ ഇത് ഹെഡ്സ് വാല്യൂലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ സാമ്പിളിംഗ് റേറ്റിൻ്റെ ഇക്വേഷൻ എന്താ, നമ്പർ ഓഫ് സാമ്പിൾസ് പാർ സെക്കൻഡ്. ഓക്കെ, സോ എത്ര സാമ്പിൾസ് ഉണ്ടോ അത് ഡിവൈഡ് ബൈ സെക്കൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാമ്പിളിംഗ് റേറ്റ് കിട്ടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മെഷർ ചെയ്യാണ്, ഒരു ടെമ്പറേച്ചർ എവറി സെക്കൻഡ് മെഷർ ചെയ്യാണ്. ഓക്കെ, സോ ഇപ്പം ഞാൻ ഒരു സെക്കൻഡിൽ ഒറ്റൊരു ടൈം മാത്രമേ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുള്ളൂ. വേറൊരാൾ ഒരു 1 സെക്കൻഡിൽ ഒരു 100 ടൈം മെഷർ ചെയ്തു. ഓക്കെ, അപ്പോൾ ആർക്കാണ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക, 100 ടൈം ചെയ്ത ആൾക്കാണ് കിട്ടുക. സോ അതാണ് ഈ സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സാമ്പിൾസ് ടേക്കൺ ഇൻ 1 സെക്കൻഡ്. സോ ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ് നോക്കാം, അതെന്താണ്, ഹയർ സാമ്പിളിംഗ് റേറ്റ്. അപ്പോൾ ഹയർ സാമ്പിളിംഗ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ മോർ സാമ്പിൾസ് നമുക്ക് കിട്ടും, അപ്പോൾ മോർ ഇൻഫർമേഷൻ കിട്ടും, അപ്പോൾ ബെറ്റർ നമുക്ക് ആക്യുറസി കൂടുതലാണ്. ഓക്കെ, സോ ഹയർ സാമ്പിളിംഗ് റേറ്റ് പ്രൊഡ്യൂസസ് മോർ ആക്യുറസി. ലോവർ സാമ്പിളിംഗ് എന്താണ്, നമുക്ക് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ സാമ്പിളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ ലോസ്റ്റ് ആവും, ഒരു ഹോൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല, ലോസ് ഓഫ് ഇൻഫർമേഷൻ ആണ് അവിടെ ഉണ്ടാവുക.
പ്രോപ്പർ സാമ്പിളിംഗ് ഇസ് നെസസറി ഫോർ ആക്യുറേറ്റ് സിഗ്നൽ റീകൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കൊരു അനലോഗ് സിഗ്നൽ ഉണ്ട്, അതിനെ ഡിജിറ്റൽ ആക്കിയിട്ട് ഒരു ആക്യുറേറ്റ്, അതായത് എങ്ങനെയായിരുന്നോ ആ അനലോഗ് ഉള്ളത് അതേ പോലത്തെ ഔട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സാമ്പിളിംഗ് ചെയ്യണം. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കൺസിഡർ എ സൗണ്ട് സിഗ്നൽ. ഓക്കെ, സോ ഇഫ് ഓൺലി എ ഫ്യൂ സാമ്പിൾസ് ആർ ടേക്കൺ. ഇപ്പോൾ ഒരു സൗണ്ട്, ഒരു വോയിസ്, ഒരു സൗണ്ട് ഉണ്ട്, അപ്പോൾ നമ്മൾ കുറച്ച് സാമ്പിൾസ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്യുറസി ഭയങ്കര കുറവാകും. ഓക്കെ, സോ ഇഫ് മെനി സാമ്പിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ വേവ് ഫോം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, മറ്റേ ഒറിജിനൽ അനലോഗിനെ അതേപോലെ തന്നെ മോർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അത് ഒരു സൗണ്ടിൻ്റെ എക്സാമ്പിളായിട്ടാണ് അത് പറയുന്നത്. സോ ഫോർ ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സാമ്പിൾസ്, അപ്പോൾ എത്രത്തോളം സാമ്പിൾസ് കൂടുന്നോ അത്രത്തോളം ആക്യുറസി കൂടുകയാണ് ചെയ്യുക. ഓക്കെ, so advantages of sampling: convert analog signal into form of suitable digital signal. ഓക്കെ, അനലോഗിനെ സിഗ്നൽ ആക്കാനാണ് സാമ്പിളിംഗ്. പിന്നെ സ്റ്റോറേജും ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഒക്കെ ഇവിടെ എനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോമ്പാക്റ്റിബിലിറ്റിയും അതേപോലെ തന്നെ കമ്പ്യൂട്ടേഴ്സിൻ്റെ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു തിങ്ങാണ് ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിംഗ് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്? ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റത്തിൽ, എംബഡഡ് സിസ്റ്റത്തിൽ, ഇമേജ് ആൻഡ് വീഡിയോ പ്രോസസ്സിംഗ്, ഇവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? സോ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അനലോഗ് സിഗ്നലിനെ സാമ്പിൾസ് ആക്കിയിട്ട് ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഇയർ കളക്ട് സഫിഷ്യൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു സാമ്പിളിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രാമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ കളക്ട് സഫിഷ്യൻറ്റ് ഡാറ്റ ഫോർ കറക്റ്റ്ലി റെപ്രസെൻറ്റിംഗ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഓക്കെ, സോ ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ സാമ്പിൾസ് എടുക്കുകയാണ്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് വണ്ണിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇവിടെ കാണാം, ഈ റെഡ് കളേർഡാണ് സാമ്പിൾഡ് ഡാറ്റ. ഓക്കെ, ഈ റെഡ് കളേർഡാണ് സാമ്പിൾഡ് ഡാറ്റ. ഓക്കെ, സാമ്പിൾസ് എടുത്തത്. ഈ കേവാണ് ഒറിജിനൽ ഡാറ്റ. അതായത് ഈ കേവാണ് ഒറിജിനൽ ഡാറ്റ. ഓക്കെ, സോ കമ്മിങ് ഇവിടെ എന്താണ്? ഈ ഫസ്റ്റ് ഗ്രാഫിൽ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇവിടെ ആണെങ്കിലോ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. സെക്കൻഡിൽ ഇവിടെ ഇങ്ങനത്തെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ടൊക്കെ സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. തേർഡിലാണെങ്കിൽ നല്ല ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു അത്യാവശ്യം കുറച്ച് ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ കുറേ എടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായോ? ABC 3 ഫിഗേഴ്സ്. ഓക്കെ, സോ ഫിഗർ എ എന്താണ്? ഫിഗർ എ എന്ന് പറഞ്ഞാൽ ലോ സാമ്പിളിംഗ് റേറ്റ് ആണ്. ഓക്കെ, സോ ഫിഗർ എ എന്താണ്? ലോ സാമ്പിളിംഗ് റേറ്റ് ആണ്. സോ ഈ കർവ് എന്താണ്? ഇത് സ്മൂത്ത് കർവ് റെപ്രസെൻറ്റ് ഒറിജിനൽ അനലോഗ് സിഗ്നൽ. റെഡ് ഡോട്ട് എന്താണ്? സാമ്പിൾഡ് വാല്യൂ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രാഫ് ശ്രദ്ധിച്ചില്ലേ? അതെന്താണ്? ലോ സാമ്പിളിംഗ് റേറ്റ് ആണ്. ലോ സാമ്പിളിംഗ് റേറ്റ് പറയാൻ കാരണം എന്താണ്? റെഡ് ഡോട്ട് കുറച്ചേ ഉള്ളൂ, അതായത് ഭയങ്കര ഡിസ്റ്റൻസിലാണ് റെഡ് ഡോട്ട് ഉള്ളത്. അപ്പോൾ ഫ്യൂ സാമ്പിൾസ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒറിജിനൽ വേവ് ഫോം റെപ്രസെൻറ്റ് ചെയ്യാൻ കറക്റ്റ്ലി പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെന്തൊരു പുവർ റെപ്രസെൻറ്റേഷനാണിത്. ഓക്കെ, only a few samples are taken. The red dots are far apart. ഓക്കെ, റെഡ് ഡോട്ടുകൾ ഭയങ്കര ഫാറാണ്. ദ റീകൺസ്ട്രക്ഷൻ സിഗ്നൽ, അതായത് നമ്മൾ പുതിയ ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യുന്ന സിഗ്നൽ ആക്യുറേറ്റ് ആവില്ല, കാരണം കുറച്ച് സാമ്പിൾസേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ലോസ് ആവും. ഓക്കെ, സോ ഇവിടെ പുവർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒറിജിനൽ സിഗ്നലാണുള്ളത്. ഓക്കെ, പിന്നെ ബി നെക്സ്റ്റ് ഫിഗർ ഉണ്ട് മിഡിലത്തെ, അതിലെന്താ കുറച്ചുകൂടെ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ട്. സോ അതാണ് മീഡിയം സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് എന്താ? ലോ സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്, മീഡിയം സാമ്പിളിംഗ് ഉണ്ട്, ഹൈ സാമ്പിളിംഗ് ഉണ്ട്. അപ്പോൾ മീഡിയം എന്താണ്? കമ്പയർഡ് ടു എ, വെൻ കമ്പയർഡ് ടു എ ഇറ്റ് ഈസ് മോർ ഫ്രീക്വൻറ്റ്. ഓക്കെ, സോ ദ സാമ്പിൾ പോയിൻറ്റ്സ് ആർ ക്ലോസർ ടുഗെദർ. ദ അപ്രോക്സിമേഷൻ ഫോളോസ് ദ ഒറിജിനൽ സിഗ്നൽസ് മോർ ക്ലോസ്. അപ്പം ബെറ്റർ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ ആണ് കുറച്ചുകൂടെ. ഹൈ സാമ്പിളിംഗ് റേറ്റ് തേർഡ് ഫിഗറിൽ എന്താ? ഈ സി ഫിഗറിൽ എന്താ കണ്ടോ? ഫ്രീക്വൻ്റ് ആയിട്ട് നല്ലോണം ഉണ്ട് ഈ ഫിഗറിൽ. ഓക്കെ, സോ സിയിൽ എന്താ പറയുന്നത്? ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്താണ്, സാമ്പിളിംഗ് പോയിൻറ്റ് ഭയങ്കര ക്ലോസ് ആണ്. സിഗ്നൽ നമ്മളിപ്പം റീകൺസ്ട്രക്ട് ചെയ്യുന്ന സിഗ്നൽ ഈ ഒറിജിനൽ സിഗ്നലിന് അതേപോലത്തെ ക്ലോസ് ആവും, ഭയങ്കര സിമിലർ ആവും. സോ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഒറിജിനൽ സിഗ്നലാണ് അവിടെ. ഓക്കെ, സോ ഇതിൽ ഏത് ഗ്രാഫാണ് ബെറ്റർ? വിച്ച് ഇസ് ബെറ്റർ സാമ്പിളിംഗ് ചെയ്യാൽ? തേർഡാണ് അല്ലേ? എന്താ? ഈ സി ആണ് അല്ലേ? കാരണം മോർ സാമ്പിളിംഗ് ഉണ്ട്, ഹൈ സാമ്പിളിംഗ് റേറ്റ് ഉള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹിയർ വി ഹാവ് അനദർ ഫിഗർ. സോ ഇവിടെ ഒരു ബ്ലൂ കർവ് കാണാം അല്ലേ? ഈ ബ്ലൂ കർവ് എന്താണ്? ഒറിജിനൽ അനലോഗ് സിഗ്നലാണ് ഈ ബ്ലൂ കർവ്. ഈ ബ്ലൂ കർവ് ഉണ്ടോ ഇങ്ങനെ പോകുന്ന, ഇതാണ് ഒറിജിനൽ സിഗ്നൽ. ഓക്കെ, ബ്ലൂ കർവ് ഇസ് ദ ഒറിജിനൽ സിഗ്നൽ. പിന്നെ റെഡ് സർക്കിൾസ് എന്താ? റെഡ് സർക്കിൾസ് ആണ് സാമ്പിൾഡ് വാല്യൂസ്. ഓക്കെ, പിന്നെ വേർട്ടിക്കൽ ലൈൻസ് ഉണ്ടല്ലോ, അതെന്താ? സാമ്പിളിംഗ് ഇൻസ്റ്റൻസ് ആണ്, അതായത് എപ്പോഴാണോ സാമ്പിൾ എടുത്തത് ആ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് ടൈമും വൈ ആക്സിസ് വോൾട്ടേജൊക്കെ ആയിട്ടാണ് കൊടുത്തത്. ഓക്കെ,
സോ ഇവിടെ എന്താണ്, ഈ സാമ്പിളർ മെഷറിയാണ് അനലോഗ് സിഗ്നൽസ് ഓരോ റെഡ് സർക്കിൾസിലാണ് സാമ്പിൾസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. സോ ഹിയർ ഇൻ ദിസ് ഫിഗർ ഇറ്റ് ഷോസ് ഹൗ അനലോഗ് സിഗ്നൽസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു സാമ്പിൾഡ് സിഗ്നൽ ഡ്യൂറിങ് ദ സാമ്പിളിംഗ് പ്രോസസ്സ്. അപ്പോൾ സാമ്പിളിംഗ് പ്രോസസ്സിൽ എന്താണ് നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ബ്ലൂ കർവ് എന്താ, അനലോഗ് സിഗ്നലാണ്. ബ്ലൂ കർവ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈമാണ്, സിഗ്നലാണ്. ഓക്കെ, കണ്ടിന്യൂസ് വിത്ത് ടൈമാണ്. റെഡ് എന്താണ്, സാമ്പിൾഡ് പോയിൻറ്റ്സ് ആണ്, അതായത് നമ്മൾ അനലോഗിനെ സാമ്പിൾ ചെയ്യുന്ന സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ സാമ്പിൾ ചെയ്യുന്ന വാല്യൂസ് ആണ്. പിന്നെ റെഡ് വേർട്ടിക്കൽ ലൈൻ എന്താ, ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് എന്താ റെഡ്, അതെന്താണ്, അത് സാമ്പിളിംഗ് ഇൻസ്റ്റൻസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് അതാണ് ഇൻസ്റ്റൻസ്. പിന്നെ ടൈം ഹൊറിസോണ്ടലാണ്, ടൈം വേർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വർക്കിംഗ് പ്രോസസ്സ് കാണാം ഇവിടെ. ഓക്കെ, സോ ഇൻ വർക്കിംഗ് പ്രോസസ് ഹിയർ വി ക്യാൻ സി ഡ്യൂറിങ് സാമ്പിളിംഗ് ദ അനലോഗ് സിഗ്നൽ ഇസ് മെഷേർഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നൽസ് ഇങ്ങനെ റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇവിടെ മെഷർ ചെയ്തതാണ്. ഓക്കെ, അപ്പം അറ്റ് സാമ്പിളിംഗ് ഇൻസ്റ്റൻസ്, അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് എടുക്കുകയാണ്, ഇപ്പോൾ നമ്മളിതിൽ ഒരു ഇൻസ്റ്റൻസ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ മെഷർ ചെയ്ത്, എന്നിട്ട് ആ മെഷർ ചെയ്ത വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ പോയിൻ്റ്, ഇത് ഫസ്റ്റ് സാമ്പിൾ അല്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്ത്, എന്നിട്ട് ഈ മെഷർ ചെയ്ത വാല്യൂ നമ്മളൊരു സാമ്പിളായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇവിടെ റെഡാക്കി മാർക്ക് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഇങ്ങനത്തെ കുറേ കളക്ഷനെ മൊത്തത്തിലാണ് നമ്മൾ എന്താക്കി മാറ്റുക, ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലാക്കിയിട്ട് മാറ്റുക. അനലോഗിനെ ഡിസ്ക്രീറ്റ് ആക്കി മാറ്റാണല്ലോ ഇത് ചെയ്യണത്. ഓക്കെ, സോ ഹിയർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അനലോഗ് സിഗ്നൽ ഇസ് മെഷർ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യും സാമ്പിളായിട്ട്. എന്നിട്ട് ഈ കളക്ഷനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാക്കിയിട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദ സാമ്പിൾ പോയിൻറ്റ് റിറ്റെയിൻ എസെൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് ഒറിജിനൽ അനലോഗ് സിഗ്നൽ. അപ്പോൾ സാമ്പിൾഡ് പോയിൻറ്റ്സിൽ നമുക്ക് ആവശ്യമുള്ള ഒറിജിനൽ സിഗ്നലിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഫിഗറിൽ എന്താ പറയുന്നത്, ബ്ലൂ വേവ് ഫോം എന്താണ്, കണ്ടിന്യൂസ് ആണ്, നമുക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് അവിടെ എടുക്കുക. ഈ സെലക്റ്റഡ് പോയിൻറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് മെഷർ ചെയ്ത വേവ് പോയിൻറ്റ്സ്. ഈ വേവ് പോയിൻറ്റിൽ മെഷർ ചെയ്ത വാല്യൂസ് റെഡ് സർക്കിളിൽ കൊടുത്തിട്ട്, പിന്നെ ഇത് സാമ്പിൾഡ് വാല്യൂസ് ആണ്, ഫർദർ പ്രോസസ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഈ ഗ്രാഫിൽ എന്താ പറയുന്നത്, ലോ സാമ്പിളിംഗ് റേറ്റും ഹൈ സാമ്പിളിംഗ് റേറ്റും ആണ് പറയുന്നത്. ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഉണ്ടോ, ഇത് ലോ ആണ്, കാരണം നമ്മൾ ആകെ കുറച്ച് പ്രാവശ്യം മാത്രം ഇങ്ങനെ ഇതൊക്കെ ഇൻസ്റ്റൻസ് ആണ് സ്ട്രെയിറ്റ് ഉള്ളത്. ആൻഡ് സാമ്പിൾസ് ഏതൊക്കെയാണ്, ഇതാണ് സാമ്പിൾസ്, ഇതാണ്ടോ ഇവിടെ ഈ ഗ്രാഫുമിൽ ടച്ച് ചെയ്യുന്ന സ്ഥലമാണ് സാമ്പിൾസ്. ഇവിടെ നോക്ക്, ഇവിടെ ഉണ്ട് കുറേ സ്ഥലത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇവിടെ ഒക്കെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇവിടെ ഹൈ സാമ്പിൾ റേറ്റ് ആണ്, ഇവിടെ ആണെങ്കിൽ ലോ സാമ്പിൾ റേറ്റ് ആണ്. ഓക്കെ, അത് റെപ്രസെൻറ്റ് ചെയ്യാനൊരു ഗ്രാഫ് കാണിച്ചതാണിത്, ഹൈ സാമ്പിൾ റേറ്റും ലോ സാമ്പിൾ റേറ്റും. ഓക്കെ, സോ കുറച്ച് ബാർസ് മാത്രമേ ലെഫ്റ്റ് സൈഡിലുള്ളൂ, അതുകൊണ്ട് അത് ലോ സാമ്പിളിംഗ് റേറ്റ് ആണ്. ഇവിടെ കുറേ ബാറുകളുണ്ട്, അതുകൊണ്ട് ഇത് ഹൈ സാമ്പിളിംഗ് റേറ്റ് ആണ്. ഓക്കെ, സോ ദ ഫിഗർ ഡെമോൺസ്ട്രേറ്റ് എഫക്റ്റ് ഓഫ് സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, സോ ദ ഓറഞ്ച് കർവ് എന്താ, അനലോഗ് സിഗ്നലാണ്, വെർട്ടിക്കൽ ലൈൻസ്റ്റാണ് ആ ടൈം ഇൻ്റർവെല്ലിൽ നമ്മളെടുത്ത സാമ്പിൾഡ് വാല്യൂസ് ഇൻസ്റ്റൻസ് പോലെ. ഓക്കെ, സോ ലോ സാമ്പിളിംഗ് റേറ്റ് എന്താ, മുകളിൽ പറഞ്ഞ അതേ സാധനം തന്നെ അവിടെ പറയുന്നത്, ഫ്യൂ ആണ് അനലോഗ് സിഗ്നലിൽ നമ്മൾ ഫ്യൂ സാമ്പിൾസ് എടുക്കുള്ളൂ. പിന്നെ ഭയങ്കര ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടാവും ഓരോ സാമ്പിൾസ് തമ്മിലും, അപ്പം മോർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല, വാല്യുബിൾ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സാവും, അപ്പോൾ അത് ആക്യുറസി കുറവാകും. ഓക്കെ, ആൻഡ് ഹൈ സാമ്പിളിംഗ് റേറ്റ് എന്താണ്, ലാർജ് നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തിട്ട് ഡിസ്റ്റൻസ് ഭയങ്കര സ്മോൾ ആവും, ഭയങ്കര ക്ലോസർ ആവും എല്ലാ സാമ്പിൾസും, അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസും കിട്ടും, മോർ ആക്യുറേറ്റും ആവും. ഓക്കെ, സോ സാമ്പിൾ റേറ്റുകൾ ഹൈ, ലോ ആൻഡ് മീഡിയം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. അപ്പം മെയിനായിട്ട് 3 ടൈപ്പ് സാമ്പിളിംഗ് ഉണ്ട്. ഐഡിയൽ സാമ്പിളിംഗ് ഉണ്ട്, നാച്ചുറൽ സാമ്പിളിംഗ് ഉണ്ട്, ആൻഡ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് ഉണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു ഐഡിയൽ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്താണ് ഇൻസ്റ്റൻറ്റേസ് സാമ്പിളിംഗ്. ഓക്കെ, സോ assumes samples are taken as infinitely narrow pulses, അതായത് ഇമ്പൾസസ് നട കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയൽ സാമ്പിളിംഗ് എന്താണ്, ഈ സാമ്പിൾസ് എന്താ ഇവിടെ പറയുന്നത് വെച്ചാൽ, സാമ്പിൾസ് ആർ ടേക്കൺ ഓൺലി ലൈക്ക് വൺ എക്സാക്റ്റ് ഇൻസ്റ്റൻറ്റിൽ മാത്രം. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഇതൊരു തിയറിറ്റിക്കൽ മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തിയറിറ്റിക്കൽ മോഡലാണ്, സാമ്പിൾസ് നമ്മൾ ഒരു ഇമ്പൾസസ് ആയിട്ട് നാരോലി എടുക്കും. ഓക്കെ, സോ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അനലോഗ് സിഗ്നൽസ് മെഷർഡ് അറ്റ് പ്രിസൈസ് ടൈം, ഒരു കറക്റ്റ് ടൈം ഇൻസ്റ്റൻസിൽ മെഷർ ചെയ്യുന്നതാണ് ഐഡിയൽ. ഓക്കെ, സോ ദിസ് ഇസ് യൂസ്ഡ് ഇൻ അനാലിസിസ് ആൻഡ് സിമുലേഷൻ. പിന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡാണ്. ഇവിടെ എങ്ങനെയാണ് ഒരു ഫൈനായിട്ട് വിഡ്ത്തിലെടുക്കുന്നുണ്ട്, ഇതാണ് റിയലിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യണത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അനലോഗിൻ്റെ അതേ ഒരു ഫോമിൽ ഔട്ട് കിട്ടും, അനലോഗ് എങ്ങനെയോ അങ്ങനെയുള്ളൊരു ഡിജിറ്റൽ നമുക്ക് ഇവിടെ കിട്ടും. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്താണ്, ഈ ഫ്ലാറ്റ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെത്തേഡ് ഇതാണ് കൂടുതലും എ ഡി സിയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ കണ്ടോ ഈ ഗ്രാഫ് എങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് 2 ലൈൻസ് ആണ്, ഇവിടെ കണ്ടോ ഫ്ലാറ്റ് ആണ്, കണ്ടോ
ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയാണ്, ഒരു റെക്റ്റാങ്കിൾ പോലെ ഫോം ചെയ്താണ്. ഓക്കെ, സോ ഇവിടെ എല്ലാ സാമ്പിളിലും എന്താണ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടോപ്പാണുള്ളത്, ഫ്ലാറ്റ് ടോപ്പാണുള്ളത്. അതാണ് ഇതൊരു ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് ആ ഒരു സമയത്ത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ സിമ്പിളാണ്. ഓക്കെ, സോ നാച്ചുറൽ സാമ്പിളിങ്ങിനെക്കാട്ടും ഫ്ലാറ്റ് ടോപ്പാണ് കുറച്ചുകൂടി ഈസിലി ഒപ്റ്റൈനബിൾ. പിന്നെ ഈ സാമ്പിളിംഗ് മെത്തേഡിൽ ടോപ്പ് ഓഫ് ദ സാമ്പിൾസ് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഫ്ലാറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇതാണ് ഗ്രാഫ്. ഈ 2 ഗ്രാഫ് നോക്കാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ചെയ്തൊക്കെയാണ് ഐഡിയൽ സാമ്പിളിങ്, നാച്ചുറൽ സാമ്പിളിങ് ആൻഡ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ് ഇസ് ദ ടൈപ്പ് ഓഫ് സാമ്പിളിങ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ഹാവ് നിക്വസ്റ്റ് തിയറം. ഓക്കെ, സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. സോ ഈ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആലോചിക്കുക, നമ്മളിപ്പോൾ കുറച്ച് സാമ്പിൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക, എന്താണ് ഇൻഫർമേഷൻസ് ലോസ്റ്റ് ആവും, നമുക്ക് ആവശ്യമുള്ള ഹോൾ ഇൻഫർമേഷൻസ് കിട്ടില്ല. ഓക്കെ, സോ അങ്ങനെ വരാതെക്കാനാണ് ഈ ഒരു തിയറം പറയുന്നത്, ഒരു റൂൾ കൊണ്ടുവന്നത് ഈ തിയറം അതിനാണ്. ഓക്കെ, so Nyquist theorem is a fundamental principle in ADC that determines the minimum sampling rate required to accurately represent analog signal without losing information. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10 സാമ്പിൾസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ അതിന് കിട്ടണം, നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നത് തീരെ ആക്യുറേറ്റ് ആവില്ല. ഒരു 100 സാമ്പിൾ എടുത്താലേ ആക്യുറേറ്റ് ആവുള്ളൂ, പക്ഷെ നമ്മൾ 10 എടുക്കണുള്ളൂ, അപ്പോൾ അത് ആക്യുറേറ്റ് ആവില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനാണ് ഈ നിക്വസ്റ്റ് തിയറം കൊണ്ടുവന്നത്. അപ്പോൾ ഈ നിക്വസ്റ്റ് തിയറം പറയുന്നത് എന്താണ്, ഒരു മിനിമം ഇത്ര സാമ്പിളിങ് ചെയ്താൽ മാത്രമേ ആക്യുറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ കിട്ടുള്ളൂ, ഇൻഫർമേഷൻ ലോസ് ഇല്ലാതെ. ഓക്കെ, അത് ഓരോ സിഗ്നലിനും ഓരോ ഇപ്പോൾ വോയിസോ ഓഡിയോ എന്താണെങ്കിലും ഓരോന്നിനും ഡിഫറെൻ്റ് ആവും. ഓക്കെ, സോ അങ്ങനെ ചെയ്താലേ നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ എന്നാണ് ഈ തിയറം പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറം ദി സാമ്പിളിംഗ് ഫ്രീക്വൻസി മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് twice the highest frequency component present in the analog signal. ഓക്കെ, അപ്പോൾ ഓരോ സിഗ്നലും, അതായത് ഇപ്പോൾ ഒരു വോയിസ് അതിൻ്റെ അനലോഗ് ഡിജിറ്റലാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ അത് നമുക്ക് ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒക്കെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്താവണം, അതിൻ്റെ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ദ അനലോഗ് സിഗ്നൽ ആവണം. ഓക്കെ, അതാണ് ഈ തിയറം പറയുന്നത്. ഈ തിയറം എന്തിനാണ് കൊണ്ടുവന്നത്, ഈ സാമ്പിളിങ് കുറച്ച് മാത്രം ചെയ്തിട്ട് ആക്യുറേറ്റ് ആവാതെ നിൽക്കാനുള്ള പ്രശ്നം സോൾവ് ചെയ്യാനാണ്. ഓക്കെ, സോ ഇവിടെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്താവണം, ലീസ്റ്റ് ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി അനലോഗ് സിഗ്നലിൽ പ്രസൻ്റ് ആയിട്ടുള്ളതാവണം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, Fs is equal to 2 into Fh. ഓക്കെ, Fs എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ്, സാമ്പിളിംഗ് റേറ്റ്, നമ്മൾ മുകളിൽ പറഞ്ഞ സാമ്പിളിംഗ് റേറ്റ്. ഓക്കെ, പിന്നെ Fh എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി, ആ ഒരു സിഗ്നലുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ് Fh. ഓക്കെ, Fs മനസ്സിലായില്ലേ, സാമ്പിളിംഗ് റേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, നമ്പർ ഓഫ് സാമ്പിൾസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്സ് എന്നൊരു ഇക്വേഷൻ പറഞ്ഞല്ലോ. ഓക്കെ, സോ അത് ആണ് Fs ആൻഡ് Fh എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗ്നൽ ഉള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ്. ഓക്കെ, സോ ദ ക്വാണ്ടിറ്റി 2Fh ഇസ് കോൾഡ് ദ നിക്വസ്റ്റ് റേറ്റ്. അപ്പോൾ 2Fh എത്രയാണോ അത്ര മിനിമം നമ്മൾ ചെയ്യണം സാമ്പിളിങ്, മനസ്സിലായോ? അപ്പം Fs കാണുക, പിന്നെ Fh എത്ര നോക്കുക, അത് ചെയ്തിട്ട് നമുക്ക് എന്താ എത്ര, അപ്പോൾ അതിൻ്റെ ട്വൈസ് ആണ് ഈ നിക്വസ്റ്റ് റേറ്റ് വരിക. ഓക്കെ, 2Fh. സോ വൻ അനലോഗ് സിഗ്നൽ സാമ്പിൾ, അപ്പോൾ ഒരു അനലോഗ് സിഗ്നലിൽ സാമ്പിൾ ചെയ്യുമ്പം നമ്മൾ ഇനഫ് ആയിട്ടുള്ള സാമ്പിൾസ് എടുത്തണമെന്ന് നോക്കാനാണ് ഇത്. ഓക്കെ, സോ സാമ്പിളിംഗ് റേറ്റ് ഭയങ്കര കുറവാണെങ്കിൽ ഇൻഫർമേഷൻസ് ലോസ്റ്റ് ആവും. സാമ്പിളിംഗ് റേറ്റ് സാറ്റിസ്ഫൈ, ഈ നിക്വസ്റ്റിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറിജിനലിനെ പോലെ തന്നെ നല്ലൊരു ഔട്ട്പുട്ട് ഉള്ള ഒരു ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോഴത്തെ സാമ്പിളിംഗ് റേറ്റ് ലെസ് ആണെങ്കിലോ അവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം സാമ്പിളിംഗ് റേറ്റ് നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ, അതായത് നിക്വസ്റ്റ് റേറ്റിനെ വേണ്ടി കുറവാണെങ്കിൽ അവിടെ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതിനാണ് അലിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, so here there is an example given. So suppose ഒരു അനലോഗ് സിഗ്നൽ ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി കമ്പോണൻസ് 5 Hz ആണ്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് ഫ്രീക്വൻസി, ഓക്കെ, ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് 5 Hz. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്, ഹയസ്റ്റ് ഫ്രീക്വൻസി ഇത് അവിടെ നോക്ക്, ഹയസ്റ്റ് ഫ്രീക്വൻസി എന്താണ്, Fh ആണ് അല്ലേ. അപ്പോൾ ആ Fh എന്താണ് നമുക്ക് ഇവിടെ കിട്ടി, 5 ആണ് കിട്ടി. അപ്പോൾ ഇവിടെ എഴുതി നമ്മൾ Fh is equal to 5. ഇനി നമ്മൾ ഇക്വേഷൻ എന്താണ്, 2 into Fh ആണ് Fs അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കും, 2 into Fh Fs ആണ്. ഓക്കെ, സോ അത് ഈ 2 into Fh എന്താണ്, 2 into 5. ഓക്കെ, Fsനെക്കാട്ടും ഗ്രേറ്റർ ആണോ അത് നോക്കും. ഓക്കെ, അതായത് 10 Fsനെക്കാളും ഗ്രേറ്റർ ആണോ നോക്കും. ഓക്കെ, അപ്പോൾ ഈ മിനിമം ഈ ഒരു റേറ്റിൽ, അതായത് 10 kHz ഇതെന്തായിരിക്കണം, ഈ സിഗ്നലിൽ സാമ്പിൾ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ നിക്വസ്റ്റ് തിയറം. സോ കമ്മിങ് ടു നെക്സ്റ്റ്, ഇത് സാമ്പിളിംഗ് തിയറം. ഓക്കെ, അപ്പോൾ സാമ്പിളിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞു, ടൈപ്സും അതൊക്കെ പറഞ്ഞ് ഇപ്പോൾ സാമ്പിളിംഗ് തിയറാണ് പറയുന്നത്.
Sampling theorem state that a continuous time signal can be completely represented by its samples and can be accurately reconstructed from these samples if the sampling frequency is greater than or equal to twice the highest frequency component present in the signal. Okay. സോ ഈ നിക്വസ്റ്റ് തിയറും സാമ്പിളിംഗ് തിയറും ഏകദേശം ഒരേ കാര്യമാണ് പറയുന്നത്. അതായത് എഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. ഓക്കെ, സോ എഫ് എച്ച് സെയിം ആട്ടോ. സോ അതെന്താ ഹയസ്റ്റ് ഫ്രീക്വൻസി. ഓക്കെ, സോ ഈ എഫ് എസ് അതായത് സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മളെ ഹയസ്റ്റ് ഫ്രീക്വൻസീൻ്റെ 2 ടൈംസിനെക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, നമുക്ക് കറക്റ്റ് ഔട്ട് കിട്ടും. ഓക്കെ, സോ ദ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി റിക്വയർഡ് ഫോർ ആക്യുറേറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ മിനിമം എത്ര സാമ്പിളിംഗ് റേറ്റ് വേണം? നിക്വസ്റ്റ് റേറ്റിൻ്റെ അത്ര കറക്റ്റ് സാമ്പിളിംഗ് ഫ്രീക്വൻസി വേണം മിനിമം, എന്നാലേ നമുക്ക് കറക്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡ്യൂറിങ് an ADC the analog signal is sampled. അപ്പോൾ നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി കണ്ടീഷൻ നിക്വസ്റ്റ് തിയറത്തിൻ്റെ കണ്ടീഷൻ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി പ്രസൻറ്റ് ഇൻ ദ സിഗ്നൽ. ഓക്കെ, സോ ഇഫ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് എന്താണ് നമുക്ക് ഒറിജിനലിൻ്റെ അതേപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട്, അതായത് സാമ്പിളുടെ വാല്യൂസിൽ നിന്ന് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ ആക്യുറേറ്റ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് ഇമ്പോർട്ടൻസ് ഓഫ് സാമ്പിളിംഗ് തിയറം. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? എൻഷുർ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് അനലോഗ് സിഗ്നൽ. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ എടുക്കുന്ന അനലോഗിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിജിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻഫർമേഷൻ്റെ ലോസ് ഒക്കെ ഇവിടെ ഒഴിവാക്കും. കാരണം റെഗുലർ ഇൻ്റർവെൽസിൽ സാമ്പിൾ ചെയ്യുമ്പോൾ ഇൻഫർമേഷൻ ലോസ് ഉണ്ടാവില്ല. പിന്നെ ഈ ADCയുടെ ഒരു ബേസിക്കാണ്. പിന്നെ അലിയാസസ് എഫക്റ്റ് ഇവിടെ ഒഴിവാക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് കണ്ടീഷൻ ഓഫ് സാമ്പിളിംഗ്. അപ്പോൾ സാമ്പിളിങ്ങിന് മെയിനായിട്ട് 3 കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ആ 3 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഓവർ സാമ്പിളിംഗ്. ഓവർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു 100 പ്രാവശ്യം സാമ്പിൾ ചെയ്താൽ മതി, പക്ഷെ നമ്മൾ 200 പ്രാവശ്യം ചെയ്യും, ഓവറായിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഓവർ സാമ്പിളിംഗ്. സോ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ നിക്വസ്റ്റ് റേറ്റ്. നമ്മൾ ത്രെഷോൾഡ്, അതായത് ഒരു ലിമിറ്റ് എത്രയാണ്? നിക്വസ്റ്റ് റേറ്റ് ആണ് നമ്മളെ മിനിമം റേറ്റ്. അതിൽ ഗ്രേറ്റർ ആയാൽ എന്താണ്? സാമ്പിളിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ആയാലാണ് ഓവർ സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ മോർ സാമ്പിൾസ് ആർ ടേക്കൺ ദാൻ റിക്വയർഡ്. അപ്പോൾ എന്താക്കും? നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്താണ്? ബെറ്റർ സിഗ്നൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഡിസ്റ്റോർഷൻ കുറയും, ഈസി ഫിൽറ്ററിങ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രാം ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ എടുക്കും. പെർഫെക്റ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്വസ്റ്റ് റേറ്റും നമ്മളെടുത്ത സാമ്പിളിംഗ് റേറ്റും സെയിം ആണ്. ഓക്കെ, അതായത് കറക്റ്റ് നമ്മളിപ്പോൾ ഒരു പാസ് മാർക്കൊക്കെ പറയുന്ന പോലെയാണ് ഈ പെർഫെക്റ്റ് സാമ്പിളിംഗ്. ഓക്കെ, സോ സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു നിക്വസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പം മിനിമം കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും, ഒരു ഓവർലാപ്പ് ഒന്നുമില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആക്യുറേറ്റ്ലി കിട്ടും. ഓക്കെ, സോ മിനിമം സാമ്പിളിങ്, അതായത് മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഒരു പെർഫെക്റ്റ് റീകൺസ്ട്രക്ഷൻ ആവശ്യമുള്ളതാണ് ഇത്, വിച്ച് ഇസ് നിക്വസ്റ്റ് സാമ്പിളിംഗ് എന്നും പറയും. ഓക്കെ, കണ്ടോ? കറക്റ്റ് ഇവിടെ ഉണ്ടോ ഓവറായിട്ട്? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്രാഫിൽ. ഇവിടെ ഉണ്ടോ? അങ്ങനെയല്ല, കറക്റ്റ് പെർഫെക്റ്റ് സാമ്പിളിംഗ് ആണ്. അണ്ടർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ലോവറാണ്, നമുക്ക് ആവശ്യമുള്ള ത്രെഷോൾഡിനെക്കാട്ടി ലോവറാണ്. ഓക്കെ, അതിനാണ് ആലിയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല സിഗ്നൽ. ഓക്കെ, പിന്നെ സാമ്പിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അനലോഗിന് സ്യൂട്ടബിൾ ആയിട്ട് ഡിജിറ്റൽ കൺവേർഷൻ ആകാൻ പറ്റും, സ്റ്റോറേജും ട്രാൻസ്ഫോർമേഷനും പറ്റും, പിന്നെ കോമ്പാക്റ്റബിലിറ്റി കൂട്ടും കമ്പ്യൂട്ടേഴ്സിനും മൈക്രോ കൺട്രോളേഴ്സിനൊക്കെ ആയിട്ട്. പിന്നെ ADCൻ്റെ ഒരു ബേസിക്സ് ഫോമാണ്. ആപ്ലിക്കേഷൻസ് എന്താ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, അതുപോലെ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, എംബഡ് സിസ്റ്റം, വേരിയസ് എംബഡ് സിസ്റ്റത്തിൽ, കുറേ എംബഡ് സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജ് ആൻഡ് വീഡിയോ പ്രോസസ്സിങ്ങിൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അണ്ടർ സാമ്പിളിങ്ങിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കണ്ടു. ഇങ്ങനെ മീൻസ് ഒരു കറക്റ്റ് അല്ലാത്ത ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത പോലെ വന്നത്. ഓക്കെ, ദിസ് ഇസ് അണ്ടർ സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഡാറ്റ കിട്ടൂല. ഓക്കെ, സോ ഇവിടെ അണ്ടർ സാമ്പിളിംഗ് ആണ് വരിക. ഈ ഓവർലാപ്ഡ് റീജിയനൊക്കെ എന്താണ്? അണ്ടർ സാമ്പിളിംഗ് ആണ്. ഓക്കെ, ഇത് അലിയാസിങ് എന്താ നോക്കാം. അപ്പോൾ അലിയാസിങ് എന്താ നമ്മൾ പറഞ്ഞു? അതായത് നമ്മൾ ത്രെഷോൾഡ്, അതായത് നിക്വസ്റ്റ് റേറ്റിനെക്കാട്ടും കുറവായിട്ട് എടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് എ ഡിസ്റ്റോർഷൻ ദാറ്റ് ഒക്കേഴ്സ് വെൻ അനലോഗ് സിഗ്നൽ സാമ്പിൾഡ്. അപ്പം സാമ്പിൾഡ് എത്ര നമുക്ക് നിക്വസ്റ്റ് തിയറത്തിൻ്റെ ഫ്രീക്വൻസിനെക്കാട്ടും സാമ്പിൾഡ് കുറച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ആക്യുറേറ്റ് വാല്യൂ നമുക്ക് കിട്ടില്ല, ഒറിജിനൽ സിഗ്നലിൻ്റെ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? FS ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2FM ആണ്. ഓക്കെ, സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യൂലെങ്കിലാണ് അവിടെ അണ്ടർ സാമ്പിളിംഗ് വരിക. അത് തന്നെയാണ് ആ അണ്ടർ സാമ്പിളിംഗ് നടക്കുമ്പോഴാണ് ഈ അലിയാസിംഗ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ എന്താ നടക്കുക? ഒരു സാമ്പിളിംഗ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി കുറവാണ്. സാമ്പിളിംഗ് ഫ്രീക്വൻസി ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താക്കും? സാമ്പിളിങ്ങിൻ്റെ സമയത്ത് ഓവർലാപ്പിംഗ് ഉണ്ടാവുമല്ലോ.
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, ഈ ഓവർലാപ്പിംഗ് ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിന് എന്താക്കും, ലോവറായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ എന്താക്കും, ഇൻഫർമേഷൻ ലോസ്റ്റ് ആവും, ഡിസ്റ്റോർഷൻ നടക്കും, ഒറിജിനൽ സിഗ്നലൊക്കെ എന്താവും, നമുക്ക് കറക്റ്റ്ലി ആക്യുറേറ്റ് ആയിട്ട് ഒറിജിനൽ സിഗ്നൽസിന് അതേപോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പം സപ്പോസ് സിഗ്നൽ കണ്ടെയ്ൻസ് ഫ്രീക്വൻസീസ് അപ് ടു 5. ഓക്കെ, അപ്പോൾ 5 ആണ് നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 2 × FM നമ്മൾ ചെയ്യും, അപ്പോൾ 10 കിട്ടും. ഓക്കെ, അപ്പോൾ FS എന്താണ്, FM FH ചെയ്യും കേട്ടോ. അപ്പോൾ FS എന്താണ് 2 × FM ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ഓക്കെ, സോ അത് നമുക്ക് സാമ്പിൾഡ് നമ്മൾ സിഗ്നൽ 8 kHz സാമ്പിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 10 കുറവാണ്. നമുക്ക് ആവശ്യമുള്ള നിക്വസ്റ്റ് റേറ്റ് 10 ആണ്, പക്ഷേ നമ്മളിവിടെ 8 കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറവാണ്. ഓക്കെ, അപ്പോൾ അവിടെ അണ്ടർ സാമ്പിളിങ് നടക്കും. അപ്പോൾ എന്താണ്, അവിടെ അലിയാസിങ് ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നോക്കുന്ന സാമ്പിളിങ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ട്വൈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി കമ്പോണൻ്റ് ആണ്. അതായത് 2 FM ഓർ FH ആവണം. ഓക്കെ, സോ ഒരു ആൻറ്റി അലിയാസിങ് ഫിൽറ്റർ ഉണ്ട്, അതായത് ലോ പാസ് ഫിൽറ്റർ. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ലോ പാസ് ഫിൽറ്റർ എന്താണ്, അത് നമ്മൾ സാമ്പിളിങ്ങിൻ്റെ മുമ്പ് കൊടുക്കും. അപ്പോൾ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി കമ്പോണൻസ് ഒക്കെ ഇവിടെ ഒഴിവാക്കാം. ഓക്കെ.